ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഹേമ നിതിൻ. എൻ്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു കോഫി കുടിച്ചാലോ? നമുക്ക് ഒരു പ്രത്യേകതരം കോഫി, ഒരു ക്യാപ്പച്ചിനോ പോലെ ഉണ്ടാക്കാം. ക്യാപ്പച്ചിനോ പോലെയാണോ ചോദിച്ചാൽ പോലെയാണ്, അല്ലെങ്കിൽ ചോദിച്ചാൽ അല്ല. പുറത്തുനിന്ന് ഞാൻ ക്യാപ്പച്ചിനോ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഒരു ക്യാപ്പച്ചിനോ. ഞാനും ഒരുപാട് യൂട്യൂബ് വീഡിയോസും ഒക്കെ കണ്ടിട്ടാണ് ഇത് ട്രൈ ചെയ്ത് നോക്കിയത്. കുടിച്ച് നോക്കിയപ്പം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ അത് ഉണ്ടാക്കുന്നത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. വെരി സിമ്പിളായിട്ട്, അധികം ചിലവൊന്നുമില്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കൊരു ക്യാപ്പച്ചിനോ ഉണ്ടാക്കാം. പുറത്തുനിന്ന് മേടിക്കുന്ന ക്യാപ്പച്ചിനോയ്ക്ക് ഇതാണോ ടേസ്റ്റ് എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. കാരണം ഞാൻ ഇതുവരെ പുറത്തുനിന്ന് ക്യാപ്പച്ചിനോ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പം വീട്ടിലുണ്ടാക്കി നോക്കാം നമുക്കൊരു ക്യാപ്പച്ചിനോ. ഒരുപാട് വീഡിയോസ് കണ്ടതിൻ്റെ പേരിൽ തന്നെയാണ് ഞാനും ഇത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്കും കൂടി പരിചയപ്പെടുത്താം. അപ്പം നമുക്ക് ക്യാപ്പച്ചിനോ ഉണ്ടാക്കിയിട്ട് വരാം. അപ്പം നമ്മുടെ ഹോം മെയ്ഡ് ക്യാപ്പച്ചിനോ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനിപ്പോൾ ഞാനിവിടെ 2 രൂപയുടെ ബ്രൂവിൻ്റെ പാക്കറ്റ് പൊടി കിട്ടും മേടിക്കാൻ. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഏതായാലും മതി. ഇപ്പം ഞാനിവിടെ ബ്രൂവിൻ്റെ 2 രൂപയുടെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ആ പാക്കറ്റ് ഇപ്പം ഞാനൊരു ഗ്ലാസ്സിലേക്ക് തട്ടിയിടുവാണ്. ഒരു സ്റ്റീൽ ഗ്ലാസ്സാണ് അതിനായിട്ട് എടുത്തേക്കുന്നത്. കാരണം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാനുണ്ട്. എന്നിട്ട് ഈ ഗ്ലാസ്സിലേക്ക് തന്നെ 2 ടീസ്പൂൺ പഞ്ചസാര, ഞാൻ തന്നെ ഈ ഒരു സ്പൂണിന് 2 ടീസ്പൂൺ പഞ്ചസാര ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുകയാണ്. ഈ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഈ 2 സ്പൂണിന് തന്നെ 2 ടീസ്പൂൺ വെള്ളവും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുന്നത് വെച്ചാൽ നല്ലോണക്ക് കുറച്ച് സമയം എടുത്ത് മിക്സ് ചെയ്ത് ഇതൊരു ക്രീം രൂപത്തിൽ ആക്കിയെടുക്കണം. നമ്മുടെ ക്യാപ്പച്ചിനോയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത്. നന്നായിട്ട് മിക്സ് ചെയ്ത് ക്രീം രൂപത്തിലാക്കിയെടുക്കണം. ഇലക്ട്രിക് ബീറ്ററൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അതൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ ക്രീമാവും. ഇപ്പം നമ്മളിവിടെ സ്പൂൺ കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ക്രീം രൂപത്തിലാക്കി എടുത്ത് കൊണ്ടുവരാം. ക്യാപ്പച്ചിനോ റെഡിയാക്കാനുള്ള നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കാക്കി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് മാത്രമേ നമുക്കിങ്ങനെ ക്രീമാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇലക്ട്രിക് ബ്ലെൻഡർ ഉള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് സ്പീഡായിട്ട് നമുക്കിത് ക്രീമാക്കി എടുക്കാം. എനിക്കിവിടെ ഇലക്ട്രിക് ബ്ലെൻഡറൊന്നുമില്ല. ഞാനതുകൊണ്ട് സ്പൂൺ കൊണ്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് ക്രീമായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ക്യാപ്പച്ചിനോ തയ്യാറാക്കാം. അതിന് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ആ കപ്പിലേക്ക് ഞാൻ ഇപ്പം ക്രീം ഒഴിക്കുകയാണ്. ഇതിപ്പോൾ അധികമില്ല. 2 രൂപയുടെ കവറിനകത്ത് ബ്രൂവിൻ്റെ പൊടി ആയതുകൊണ്ട് അധികം ഇതില്ല. ഇതിപ്പോൾ ഇവിടുത്തെ ആവശ്യത്തിനുള്ള കടുപ്പം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് ഞാനിത് ഒഴിച്ചു. ഇനി നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന നല്ല ചൂട് പാല് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബാക്കിയുള്ളതും കൂടി ഇതിലേക്ക് ഒഴിക്കാം. ഇതും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഹോം മെയ്ഡ് ക്യാപ്പച്ചിനോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അധികം ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനമാണ്. ഇലക്ട്രിക് ബ്ലെൻഡർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നടക്കും. അല്ലാതെ സ്പൂൺ വെച്ച് ചെയ്യുവാണെങ്കിൽ കുറച്ച് സമയം പിടിക്കുന്നേ ഉള്ളൂ. കുറച്ച് കൂടുതൽ നമുക്ക് ഈ ക്രീം ഉണ്ടാക്കിയിട്ട് കുറേ നാൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതുമാണ്. ഇപ്പം ഞാനിവിടെ 2 രൂപയുടെ ബ്രൂവിൻ്റെ പൊടി കൊണ്ട് മാത്രം ഉണ്ടാക്കിയതാണ്. അപ്പം ഒരു കോഫിക്കുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഉണ്ടാക്കി ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പം നമ്മുടെ ക്യാപ്പച്ചിനോ റെഡി. ഹോം മെയ്ഡ് ക്യാപ്പച്ചിനോ ആണ്. അല്ലാതെ പുറത്തുനിന്ന് കിട്ടുന്ന ക്യാപ്പച്ചിനോ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ പുറത്തുനിന്നൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ക്യാപ്പച്ചിനോ എന്ന് പറയാം ഉള്ള ഒരു കോഫി റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, സീ യു.